എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വറുത്തരച്ച ഉള്ളി സാമ്പാറാണ് തയ്യാറാക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് പരിപ്പ്, അതായത് തൂവരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 20 ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. ഇനി നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് 1 വിസിൽ വരുത്തിയ ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് 1 വിസിൽ വരുത്തുക. അപ്പോൾ നന്നായി വെന്ത് വരുന്നതായിരിക്കും. ഇനി ഒരു ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 10 ചുവന്നുള്ളിയും 1 തക്കാളി കട്ട് ചെയ്തതും 3 പച്ചമുളക് നടുവൊന്ന് കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ 2 കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. കായം ഒന്ന് വീർത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് കളർ മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 പിടി നാളികേരം ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായി വയ്ക്കാം. ഇനി 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം മിക്സിയുടെ ജാറിൽ ചേർത്ത് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നന്നായി അരച്ചെടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതുപോലെ കുക്കറിൽ വേവിച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നാളികേരം അരച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം സാമ്പാറിന് ആവശ്യമായ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.